അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനോവ ഇൻ ടു വേ ക്ലാസിഫിക്കേഷൻ മോഡലാണ്. അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വൺ വേ ക്ലാസിഫിക്കേഷനും ടു വേ ക്ലാസിഫിക്കേഷനും. അതിൽ വൺ വേ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു വേ ആണ്. എന്തായിരുന്നു വൺ വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാക്ടർ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഒരു പെർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ അനുസരിച്ച് മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യായിരുന്നു. ആ ക്യാരക്ടർ എല്ലാ സാമ്പിളിലും എങ്ങനെയാണ്, ഒരുപോലെയാണോ അല്ലേ എന്ന് മാത്രമായിരുന്നു ടെസ്റ്റ് ചെയ്തിരുന്നത്. ഇതൊരു ഡാറ്റയിൽ ഒന്നിലധികം എന്തുണ്ടായിരിക്കും, ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഒരു കാര്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നിലധികം ഫാക്ടേഴ്സ് ഒരേ സമയം എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഹൈറ്റ് അപ്പോൾ അത് ഏജ് അനുസരിച്ചുമുണ്ട്, അതുപോലെ വെയിറ്റ് അനുസരിച്ചുമുണ്ട്. ഒരു 4 കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഏജ് ഉണ്ട്, 4 ഏജ് കാറ്റഗറിയുള്ള കുട്ടികളുണ്ട്. ആ 4 ഏജ് കാറ്റഗറീനെ നമ്മൾ വെയിറ്റ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം 10 to 20 അല്ലെങ്കിൽ 5 to 10, 10 to 15, 15 to 20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി, ഏജ് കാറ്റഗറി. അതുപോലെ വെയിറ്റ് 30 to 40, 40 to 50, 50 to 60 എന്ന് പറഞ്ഞിട്ട് ഒരു വെയിറ്റിൻ്റെ കാറ്റഗറി. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഹൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹൈറ്റിൻ്റെ കേസിൽ ഒരുപോലെയാണോ ഈ എല്ലാ ഏജ് കാറ്റഗറി, അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ കേസിൽ പോപ്പുലേഷൻ മീന് ഒരുപോലെയാണോ വരുന്നത്. അതുപോലെ നമ്മൾ വെയിറ്റ് എടുക്കുകയാണ്, ഹൈറ്റിൻ്റെ കേസല്ല, ഏജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഒരുപോലെയാണ് വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഒരുപോലെയാണ് വരുന്നത് എന്നുള്ളത് ഒരേ സമയം എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. വൺ വേ ക്ലാസിഫിക്കേഷനിൽ ഒരൊറ്റ ക്യാരക്ടർ ഉണ്ടാവുള്ളായിരുന്നു. നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഏജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൈറ്റ് നോക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ബേസ് ചെയ്തിട്ട് ഹൈറ്റ് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഒരു ടൈം എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ ഒരേ സമയം എന്ത് ചെയ്യാം, രണ്ടെണ്ണം എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ടു വേ ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ടേബിൾ വരച്ച ഓർമ്മ ഉണ്ടാവും. അനോവ ടേബിൾ വൺ വേ ക്ലാസിഫിക്കേഷന് വേണ്ടി അനോവ ടേബിൾ ഉണ്ടായിരുന്നു. അതുപോലെ ടു വേ ക്ലാസിഫിക്കേഷൻ അനോവ ടേബിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോഴ്സ് ഓഫ് വേരിയേഷൻ, അത് അൺവേൽ അതുപോലുള്ള അതേ ടേബിൾ തന്നെയാണ്. ഒരു കാര്യം എക്സ്ട്രാ വന്നെന്നുള്ളൂ, ബിറ്റ്വീൻ സാമ്പിൾസ് അഥവാ കോളംസിലാണ് സാമ്പിൾസ്. ബിറ്റ്വീൻ റോസ്, അപ്പോൾ നേരത്തേതിൽ ബിറ്റ്വീൻ കോളംസും അതുപോലെ വിത്തിൻ സാമ്പിൾസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു, ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസ് ആണ് ഈ റെസിഡ്യൂൽ എന്ന് പറയുന്നത്. അപ്പം ബിറ്റ്വീൻ സാമ്പിൾസിനെയാണ് ബിറ്റ്വീൻ കോളംസ് എന്ന് വിളിക്കുക. ബിറ്റ്വീൻ റോസ് എന്ന് പറഞ്ഞ ഒരാൾ അധികം വന്നു. പിന്നെ റെസിഡ്യൂൽ, അതായത് SSCയും SSEയും നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇവിടെ ഒരാൾ അധികം ഉണ്ടാവും, SSR. കാരണം നേരത്തെ നമ്മൾ കോളം ബേസ് ചെയ്ത് മാത്രമേ ടെസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ റോയിലും എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുമ്പം SSEൻ്റെ C-1 ആവും, SSRൻ്റെത് R-1 ആവും, SSEൻ്റെത് C-1 ഇൻറ്റു R-1 ആവും. SST ടോട്ടൽ സം ഓഫ് സ്ക്വയറിൻ്റെത് N-1 ആയിരിക്കും. അതുപോലെ മീൻ സ്ക്വയർ കാണാൻ MSE കാണാൻ SSE ബൈ C-1, MSR കാണാൻ SSR ബൈ R-1, MSE കാണാൻ SSE ഡിവൈഡഡ് ബൈ C-1 ഇൻറ്റു R-1 എന്നാണ്. പിന്നെ എഫ് റേഷ്യോ കാണുമ്പോൾ നേരത്തെ ഒരൊറ്റ എഫ് റേഷ്യോ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 2 എഫ് റേഷ്യോകൾ ഉണ്ടാവും. അതായത് നമ്മൾ കോളം വൈസും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് ചെയ്യണം, റോ വൈസും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് MSCയും MSEയും, അതായത് MSE എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്, MSRും MSEയും തമ്മിലുള്ള റേഷ്യോയും. അങ്ങനെ 2 എന്ത് ചെയ്യും, എഫ് റേഷ്യോസ് കണ്ടിട്ട് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് ഉണ്ടായിരിക്കും. ഈ MSC ഡിവൈഡഡ് ബൈ MSE എന്നല്ല ശരിക്കും ഇതിൻ്റെ അർത്ഥം. ഏതാണോ വലുത്, ചില സമയത്ത് MSE ആയിരിക്കും വലുത്, അപ്പോൾ അതായിരിക്കും ന്യൂമറേറ്ററിൽ വരിക. MSC ചെറുതാണെങ്കിൽ അത് ഡിനോമിനേറ്ററിലാണ് എന്ത് ചെയ്യുക, വരിക. അത് തമ്മിലുള്ള റേഷ്യോ എന്ന ഈ എഫ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ എങ്ങനെയാലും ഒരു രീതി എഴുതണമല്ലോ, അതുകൊണ്ട് MSC ബൈ MSE എന്ന് എഴുതിയതാണ്. അത് ഇക്വേഷൻ ആയിട്ടല്ല, ഏതാണോ വലിയ വാല്യൂ അത് ന്യൂമറേറ്ററിൽ, ചെറിയ വാല്യൂ ഡിനോമിനേറ്ററിൽ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. മറ്റേ പ്രൊസീജിയർ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ.
ആദ്യം നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ രണ്ട് ഹൈപ്പോത്തിസിസും കൂടി അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ ഒരേ സമയം എന്ത് ചെയ്യണം പറയണം എന്നുള്ളൂ. ഓക്കെ. പിന്നെ കറക്ഷൻ ഫാക്ടർ കാണുക. T²/n. T²/n എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എല്ലാ എലമെന്റുകളുടെയും കൂടി സമ്മിനെയാണ് നമ്മൾ ടി എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഇതിൽ അതുപോലെ തന്നെയാണ്. പിന്നെ SST കാണാൻ. SST കാണാൻ എങ്ങനെയാ? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഐറ്റംസ് മൈനസ് T²/n. സ്ക്വയറുകളുടെ സമ്മ് കാണുക. സ്ക്വയറുകളുടെ സമ്മ് കണ്ടിട്ട് അതിന് T²/n മൈനസ് ചെയ്യുക. അതും നേരത്തെയിലുള്ള അതേ സംഗതി തന്നെയാണ്. SSC കാണാം. അതും നേരത്തെയുള്ള തന്നെയാണ്. സമ്മേഷൻ x1 സ്ക്വയർ ബൈ n1 സമ്മേഷൻ x2 ഹോൾ സ്ക്വയർ ബൈ n2 എക്സെട്ര ടി മൈനസ് T²/n. അതായത് കോളത്തിലുള്ള എലമെന്റുകളുടെ ടോട്ടൽ, കോളത്തിലെ എലമെന്റുകളുടെ ടോട്ടലുകൾ കാണുക. അതിൻ്റെ ഒക്കെ ഓരോന്നിൽ സ്ക്വയർ കണ്ട് ആഡ് ചെയ്യുക. അതിന് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ കോളം, ആ കോളത്തിൽ എത്ര എലമെന്റ് ഉണ്ടോ അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഈ n1 n2 എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് ഐറ്റം ഇൻ കോളമാണ്. അതുപോലെ SSR കാണുന്നത് പുതിയതാണ്. നേരത്തെ SSC കണ്ടിട്ടുള്ളായിരുന്നു. SSR കാണുമ്പോൾ സമ്മേഷൻ y1 ഹോൾ സ്ക്വയർ ബൈ m1 സമ്മേഷൻ y2 ഹോൾ സ്ക്വയർ ബൈ m2 എക്സെട്ര മൈനസ് T²/n. അതായത് ഇവിടെ എന്താണ്? റോ ടോട്ടലാ വരിക. മനസ്സിലായ? റോന്റെ ടോട്ടലിന്റെ സ്ക്വയർ, അതിന് ആ റോയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ റോന്റെ ടോട്ടലിന്റെ സ്ക്വയർ, അതിന് രണ്ടാമത്തെ റോയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് മൈനസ് T²/n. അതായത് റോ ടോട്ടലിന്റെ സ്ക്വയറിനെ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ റോനെ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ SST കണ്ടു, SSC കണ്ടു, SSR കണ്ടു. SSE കാണാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ തന്നെയാണ്. കാരണം നോക്കിയേ, ഈ SSCയും SSRും SSEയും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? SST കാണുക അല്ലേ? അപ്പോൾ SSE കാണാൻ എന്ത് ചെയ്താൽ മതി? SSTന്ന് SSCയും SSRും എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്യുന്നത്. SSE is equal to SST മൈനസ് SSE പ്ലസ് SSR. SSTന്ന് SSE SSRും കൂടി ആഡ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മൂന്നും SSTയും SSCയും SSRും SSEയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി മീൻ സ്ക്വയറുകൾ കാണാം. അഥവാ MSC. അതിന് കാണാൻ എന്താ ചെയ്യേണ്ടത്? SSCനെ C-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. MSR കാണാൻ SSRനെ R-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ MSC കാണാൻ SSCനെ C-1 ഇൻറ്റു R-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കണ്ട ശേഷം F റേഷ്യോ കാണുക. രണ്ട് കേസിലും എന്ത് കാണുക? F റേഷ്യോ കാണുക. F റേഷ്യോ കണ്ടിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് F റേഷ്യോയിൽ കിട്ടുക. നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. റിജക്റ്റ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും. ഇതാണ് നമ്മുടെ എന്ത് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നേരത്തെ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അതിലെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബിസ്ക്കറ്റ് കമ്പനി അപ്പോയിൻറ്റ്സ് 4 സെയിൽസ്മാൻ M, N, O and P and observes their sales in 3 seasons, summer, winter and monsoon. 4 സെയിൽസ്മാൻമാർ MNOP എന്ന് പറഞ്ഞാൽ 4 സെയിൽസ്മാനും അവരെ 3 സീസണിലെ സെയിൽസ് എന്ത് ചെയ്യുന്നു? സമ്മറിലും വിൻ്ററിലും മൺസൂണിലും അവരെ സെയിൽസും നമ്മൾ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ഡാറ്റ കിട്ടും. ആ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ എവിടെ അല്ലേ? ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടിട്ടുണ്ട്. ഇതിൽ ടെസ്റ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നുള്ളൊരു സാധനം എഴുതി വെക്കാണ്ട് കേട്ടോ. അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിച്ചിട്ട് അവരുടെ സെയിൽസും അതുപോലെ സീസണിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടോ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഇതിൽ എഴുതാൻ വിട്ടോ ഇതാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ അനോവ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഈ 4 സെയിൽസ്മാൻമാർ, ചോദ്യം ഇതാണ്, ഈ 4 സെയിൽസ്മാൻമാരുടെയും സെയിൽസ് ഒരുപോലെയാണോ? അതായത് ഈ M എന്ന് പറയുന്ന സെയിൽസ്മാൻ, N എന്ന് പറഞ്ഞ സെയിൽസ്മാൻ, O എന്ന് പറഞ്ഞ സെയിൽസ്മാൻ, P എന്ന് പറഞ്ഞ സെയിൽസ്മാൻ, 4 പേരുടെയും സെയിൽസ് ഒരുപോലെയാണോ? അതുപോലെ ഈ 3 സീസണിലെയും സെയിൽസ് ഒരുപോലെയാണോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് അറിയേണ്ടത്. സെയിൽസ്മാൻമാരുടെ സെയിൽസ് ഒരുപോലെയാണോ, അതുപോലെ സീസണുകളിലെ സെയിൽസ് ഒരുപോലെയാണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കണം. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഇവിടെ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യണം. സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, സീസണും അതുപോലെ സെയിൽസ്മാനും. അവർ 2 പേരുടെയും എഫക്റ്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 എന്തുണ്ടായിരിക്കും? H0കളും 2 H1ഉം ഉണ്ടാവും. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് എഴുതണമെങ്കിൽ എഴുതട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിത് 2 സെപ്പറേറ്റ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി 2 സെപ്പറേറ്റ് എഴുതിയതാണ്. അടുത്ത പ്രോബ്ലത്തിൽ ഞാൻ ഒരുമിച്ചാണ് എന്ത് ചെയ്യണത്? 2 H0യും H1ഉം ഒരുമിച്ചാണ് എഴുതുന്നത്. ഇവിടെ H0 എഴുതിയാൽ നോക്കിയേ, there is no significant difference between the sales of salesman.
സെയിൽസ്മാൻമാരുടെ സെയിൽസ് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അതുപോലെ അപ്പോൾ എന്തായിരിക്കും H1 എന്തായിരിക്കും? there is significant difference between the sales of salesmen. സെയിൽസ്മാൻമാരുടെ സെയിൽസിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതുപോലെ there is no significant difference between the sales in season. സീസണിലെ സെയിൽസിന് വ്യത്യാസമില്ല. there is significant difference between the sales in season. അങ്ങനെ രണ്ടെണ്ണമായിട്ട് വേണം എഴുതാം. അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ഒരുമിച്ച് എഴുതണം. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. there is no significant difference between sales of salesman and during seasons എന്ന് എന്ത് ചെയ്യാൻ മതി? ഒറ്റ H0യും ഒറ്റ H1ഉം ആയിട്ട് വേണമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡിസിഷൻ എഴുതുമ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യും? എഴുതും കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് ഡാറ്റയിൽ എന്താ പറയണത്? M എന്ന് പറയുന്ന സെയിൽസ്മാൻ ഈ 3 സീസണിൽ നടത്തിയ സെയിൽസ് ആണിത്. ഓക്കെ, N എന്ന് പറഞ്ഞ സെയിൽസ്മാൻ 3 സീസണിൽ നടത്തിയ സെയിൽസ് ആണിത്. O എന്ന് പറഞ്ഞ സെയിൽസ്മാൻ 3 സീസണിൽ നടത്തിയ സെയിൽസ് ആണിത്. P എന്ന് പറഞ്ഞ സെയിൽസ്മാൻ 3 സീസണിൽ നടത്തിയ സെയിൽസ് ആണിത്. അപ്പോൾ ഈ കോളത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 4 സെയിൽസ്മാൻമാരെയാണ്. നേരെ മറിച്ച് റോല് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3 സീസൺസിനെ കുറിച്ചാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മളിനി കോളം റോ എന്ന് മാത്രമേ പറയുള്ളൂ. ഫൈനൽ ഡിസിഷനിൽ എത്തുമ്പോഴേ നമ്മൾ ഇനി സെയിൽസ്മാനും അതുപോലെ സീസണിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിസ്കഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോഡിങ് നടത്തുകയാണ്. കോഡിങ് ദ ഡാറ്റ യൂസിങ് 28 യൂസ് ചെയ്തിട്ട് ഡാറ്റ ഞാൻ എന്ത് ചെയ്യാണ്? കോഡ് ചെയ്യാൻ. അപ്പോൾ 28 യൂസ് ചെയ്ത് ഡാറ്റ കോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 34 - 28, 34 - 28, 19 - 28 അങ്ങനെ എല്ലാത്തിനും 28 എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിലുള്ള വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ടേബിൾ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ് നമ്മളെ സൗകര്യത്തിന്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാന്ന് നോക്കിക്കേ. x1, x2, x3, x4. ആ MNOPക്ക് വരെ x1, x2, x3, x4 എന്ന് കൊടുത്തു. ഇവിടെ സമ്മർ വിന്റർ മൺസൂൺ നേരം y1, y2, y3 എന്ന് കൊടുത്തു. ഇവിടെ ഒരു ടോട്ടൽ കൊടുത്തു. അതെന്താ വെച്ചാൽ റോ ടോട്ടലിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, റോ ടോട്ടലിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു ടോട്ടൽ കൊടുത്തത്. കോളം ടോട്ടലിൻ്റെ ആവശ്യം നമുക്കുള്ളതുകൊണ്ട് ഇവിടെയാണ് ഒരു ടോട്ടൽ എന്ത് ചെയ്ത് കൊടുത്തു. പിന്നെ x1 സ്ക്വയർ, അതുപോലെ x2 സ്ക്വയർ, x3 സ്ക്വയർ, x4 സ്ക്വയർ, അതിൻ്റെ ഒരു ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടേബിളാക്കി കഴിഞ്ഞു. ഒന്നുമില്ല, ഈ മുകളിലുള്ള ടേബിളിനെ കോഡിങ് നടത്തി MNOPക്ക് വരെ x1, x2, x3, x4 കൊടുത്തു. പിന്നെ അതിൻ്റെ റോ ടോട്ടൽ കാണാൻ വേണ്ടി അവിടെ ഒരു ടോട്ടൽ കൊടുത്തു. പിന്നെ x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 സ്ക്വയർ, x4 സ്ക്വയർ കൊടുത്തു. ഓക്കെ, എത്രയും അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇനി കറക്ഷൻ ഫാക്ടർ, നേരത്തെ പോലെ തന്നെ കറക്ഷൻ ഫാക്ടർ കാണാൻ. അതായത് കറക്ഷൻ ഫാക്ടർ പറഞ്ഞാൽ T²/n ആണ്. T എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഒബ്സർവേഷൻസ് അല്ലേ, ഒബ്സർവേഷനുകളുടെ സമ്മ്. അപ്പോൾ ഇവിടെ x1ൻ്റെ സമ്മ് 0 ആണ്, x2ൻ്റെ സമ്മ് 3 ആണ്, x3ൻ്റെ സമ്മ് -9 ആണ്, x4ൻ്റെ സമ്മ് 6 ആണ്. അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 0 + 3 + -9 + 6 ചെയ്താൽ 0 ആണ് കിട്ടുന്നത്. അതിൻ്റെ വാല്യൂ 12 ആണെങ്കിലും ടീൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ കറക്ഷൻ ഫാക്ടർ എന്താ കിട്ടുക? 0²/12. ആൻസർ എന്താ കിട്ടുക? 0 ആണ്. അപ്പോൾ T²/n വാല്യൂ 0 ആണ് എന്ന് നമുക്ക് കിട്ടി. അതെല്ലായ്പ്പോഴും 0 ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ കേസിൽ അത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ SST കാണുന്നു. SST കാണുക എങ്ങനെയാ? SST എന്ന് പറഞ്ഞാൽ സ്ക്വയറുകളുടെ സമ്മെന്ന് T²/n മൈനസ് ചെയ്യുക. സ്ക്വയറുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ x1 സ്ക്വയർ പ്ലസ് സമ്മേഷൻ x2 സ്ക്വയർ പ്ലസ് സമ്മേഷൻ x3 സ്ക്വയർ പ്ലസ് സമ്മേഷൻ x4 സ്ക്വയർ. അതായത് x1 സ്ക്വയറിൻ്റെ സമ്മേഷൻ, x2 സ്ക്വയറിൻ്റെ സമ്മേഷൻ, x3 സ്ക്വയറിൻ്റെ സമ്മേഷൻ, x4 സ്ക്വയറിൻ്റെ സമ്മേഷൻ എല്ലാം കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? x1 സ്ക്വയറിൻ്റെ സമ്മേഷൻ 56, 41, 83, 30 എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് T²/n മൈനസ് ചെയ്തു, അഥവാ 0 മൈനസ് ചെയ്തു. ആൻസർ 210 എന്നാണ് കിട്ടുക. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്, which is equal to 12 - 1 which is equal to 11. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 ആണ്. അതിൻ്റെ കൂടെ തന്നെ എഴുതിയേക്കണമെന്ന് വെച്ചാൽ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ തന്നെ അന്നേരം എഴുതിയേക്കുന്നത് കേട്ടോ. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സെയിൽസ്മാൻ അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം. ആദ്യം സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ റോ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ടോട്ടൽ, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ റോ. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളം ചെയ്യുമ്പോൾ SSC is equal to summation x1² / n1, summation x2² / n2, summation x3² / n3, summation x4² / n4,
മൈനസ് ടി സ്ക്വയർ ബൈ എൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതായത് കോളത്തിൻ്റെയാണ്. കോളത്തിലുള്ള x1 x2 x3 x4 ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എസ് എസ് സി ഇസ് ഇക്വൽ ടു സമ്മേഷൻ x1 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 സ്ക്വയർ ബൈ 3. ആ കോളത്തിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ആണ്. കണ്ടോ, ഫസ്റ്റത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ, നാലാമത്തെ കോളത്തിലും 3 എലമെന്റ് ആണ്. അതുപോലെ സമ്മേഷൻ x2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 സ്ക്വയർ ബൈ 3. സമ്മേഷൻ x3 എന്നാൽ -9 ആണ്, -9 സ്ക്വയർ ബൈ 3. സമ്മേഷൻ x4 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6 സ്ക്വയർ ബൈ 3. അത് മൈനസ് ടി സ്ക്വയർ ബൈ 0 ആണ്. എസ് എസ് സി കിട്ടുക 42 ആണ്. 42 കിട്ടും. ഡിഗ്രി ഓഫ് ഫ്രീഡം C-1 ആയതുകൊണ്ട് 4 കോളാണ് ഉള്ളത് അല്ലേ? x1 x2 x3 x4 എന്ന് പറഞ്ഞാൽ 4 കോളാണ്. അപ്പോൾ 4 - 1 = 3 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അടുത്ത സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ റോസ് അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ സീസൺ. റോയിലാണ് സീസൺ ഉള്ളത്, അതുകൊണ്ട് സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ സീസൺസ് അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ റോസ് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ SSR ഇസ് ഈക്വൽ ടു, ഇതിനകത്തെ സമ്മേഷൻ x1 ഹോൾ സ്ക്വയർ അല്ല, ഇവിടെ സമ്മേഷൻ y1 ഹോൾ സ്ക്വയർ ബൈ m1, സമ്മേഷൻ y2 ഹോൾ സ്ക്വയർ ബൈ m2, സമ്മേഷൻ y3 ഹോൾ സ്ക്വയർ ബൈ m3. കാരണം 3 റോയാണ് ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ 3 എണ്ണം വന്നത്. മൈനസ് ടി സ്ക്വയർ ബൈ എൻ. നോക്കി, അതിന് വേണ്ടിയാണ് നമ്മളിവിടെ എന്ത് റോ ടോട്ടലുകൾ കണ്ടിട്ടുള്ളത്, ഇവിടെ കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഫസ്റ്റത്തെ റോന്റെ ടോട്ടൽ 8 ആണ്. അപ്പോൾ 8 സ്ക്വയർ ബൈ 4. ആ റോയിൽ 4 എലമെന്റ് ആയതുകൊണ്ടാണ് m1ന്റെ വാല്യൂ എന്തായത് 4 ആയത്. ആ y1 എന്ന് പറഞ്ഞ റോയിൽ 4 എലമെന്റ് അല്ലേ ഉള്ളത്. അതുപോലെ y2ൽ 4 എലമെന്റ് ആണ്, സമ്മേഷൻ 0 ആണ്, അപ്പോൾ 0 സ്ക്വയർ ബൈ 4. y3ൽ 4 എലമെന്റ് ആണ്, അതിന് സമ്മേഷൻ -8 ആണ്, -8 സ്ക്വയർ ബൈ 4. ടി സ്ക്വയർ ബൈ എൻ്റെ വാല്യൂ 0 ആണ്, അത് കൊടുക്കുന്നു. അപ്പോൾ SSRന്റെ വാല്യൂ 32 കിട്ടും. ഡിഗ്രി ഓഫ് ഫ്രീഡം R-1 ആണ്. ആ റോയില് എത്ര റോയാ ഉള്ളത്? റോ എത്ര എണ്ണ ഉള്ളത്? 3 റോയാ ഉള്ളത്. I1 y2 y3 എന്ന് പറഞ്ഞാൽ 3 റോയാണ്. അപ്പോൾ R-1 = 3 - 1 which is equal to 2 എന്ന് കിട്ടി. അടുത്ത നമ്മൾ കാണുന്നത് SST കണ്ടു, SSC കണ്ടു, SSR കണ്ടു. ഇനി SSE ആണ് കാണേണ്ടത്, റെസിഡ്വൽ അല്ലേ? അപ്പം ആ SSE കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. SSE കാണാൻ SST മൈനസ് SSC പ്ലസ് SSR ചെയ്താൽ മതി. അതായത് SSE കാണാൻ SST 210 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. -42 + 32 ആൻസർ 136 ആണ് കിട്ടുക. ഡിഗ്രി ഓഫ് ഫ്രീഡം C-1 × R-1, അഥവാ C എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ എണ്ണം 4, R എന്ന് പറഞ്ഞാൽ റോന്റെ എണ്ണം 3. 4 - 1 × 3 - 1 which is equal to 6 എന്ന് കിട്ടും. 3 × 2 ആണ്, 6 കിട്ടും. ഇനി ശരിക്കും ചെയ്യേണ്ടത് ഈ ടേബിൾ ഇവിടെ അല്ല ഇട്ട് വരേണ്ടത്, ഞാൻ ആ ടേബിൾ വരച്ചതിൻ്റെ ശേഷമാണ് അത് ശ്രദ്ധിച്ചത്. നമ്മളെന്താ ചെയ്യേണ്ടത്? ടേബിൾ ഇവിടെ അല്ല, മീൻ സ്ക്വയറും കൂടി കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ടേബിൾ വരച്ചാൽ മതി. ഞാനിത് ആദ്യം വരച്ചു പോയതാണ്, പിന്നെയാണ് അത് ശ്രദ്ധിച്ചത്. അപ്പം പിന്നെ SSCയും SSRും അതുപോലെ SSEയും SSTയും ഒക്കെ കണ്ട സ്ഥിതിക്ക് അടുത്ത MSC ആണ് കാണുന്നത്. MSC എന്ന് പറഞ്ഞാൽ SSC ഡിവൈഡഡ് ബൈ C-1, അഥവാ SSC 42 കണ്ടുവച്ചിട്ടുണ്ട്. C-1 3 ആണ്, ആൻസർ 14 കിട്ടും. MSR എന്ന് പറഞ്ഞാൽ SSR ഡിവൈഡഡ് ബൈ R-1, അത് SSR 32 കണ്ടുവച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ R-1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ആൻസർ 16 കിട്ടും. MSC എന്ന് പറഞ്ഞാൽ SSC ഡിവൈഡഡ് ബൈ C-1 × R-1, SSC 136 ആണെന്ന് കണ്ടിട്ടുണ്ട്. C-1 × R-1 ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണെന്ന് കണ്ടിട്ടുണ്ട്, 22.67 എന്ന് കിട്ടും. അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് ടേബിൾ ഉണ്ടാക്കിയാൽ മതി. ഇത് അവിടെ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വയർ ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്, അഥവാ ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, റെസിഡ്വൽ, ടോട്ടൽ. ബിറ്റ്വീൻ സാമ്പിൾസിനെയാണ് ബിറ്റ്വീൻ കോളംസ് എന്ന് വിളിക്കുക, ബിറ്റ്വീൻ റോസ്, റെസിഡ്വൽ, ടോട്ടൽ. ഓക്കെ, സം ഓഫ് സ്ക്വയർ SSC 42, SSR 32, SSE 136, SST 210 അത് ഇവിടെ കൊടുത്തു. ഡിഗ്രി ഓഫ് ഫ്രീഡങ്ങൾ ആദ്യം C-1 3 ആണ്, R-1 2 ആണ്, C-1 × R-1 6 ആണ്, N-1 11 ആണ്. പിന്നെ MSC കാണാൻ SSC ബൈ C-1 ആണ്, 14 ആണ് കിട്ടുന്നത്. അതുപോലെ MSR കാണാൻ SSR ബൈ R-1 16 കിട്ടും. അതുപോലെ MSE കാണാൻ SSE ബൈ R-1 × C-1 22.67 കിട്ടും. ഇത് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടേബിൾ വരച്ചാൽ മതി കേട്ടോ. ഞാനത് ആദ്യം വരച്ചു പോയതാണ്, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ ഈ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ FC എന്ന് പറഞ്ഞാൽ കോളം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോളം ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പോവാണ്. കോളത്തിൽ ആരാ ഉള്ളത്? സെയിൽസ്മാൻമാരാണ് കോളത്തിലുള്ളത്. ഓരോ കോളം ഓരോ സെയിൽസ്മാൻമാരാണ്.
അപ്പോൾ സെയിൽസ്മാൻമാരെ കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പോകണം. അപ്പോൾ FC കാണാണ്. FC കാണുമ്പോൾ ലാർജ് വേരിയൻസ് ബൈ സ്മോൾ വേരിയൻസ്, അഥവാ ഈ MSEയും MSCയും FC എന്ന് പറയുമ്പോൾ കോളല്ലേ, കോളാകുമ്പോൾ MSC ആണ് അവിടെ എന്ത് ചെയ്യണത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ MSE എന്ന് പറയുന്ന ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. രണ്ടിലും ഈ MSEനെയാണ് ആ പറയുന്ന റോ ആണെങ്കിൽ കോളത്തിനോട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ MSE ആണോ MSC, ഇവിടെ MSE ബൈ MSC എന്ന് വരാനുള്ള കാരണം വലിയ വേരിയൻസിന്റെ വാല്യൂ 22.67ഉം അതുപോലെ 14ഉം ആണ് നമ്മൾ കമ്പയർ ചെയ്യണം. 22.67 വലുതായതുകൊണ്ടാണ് അത് ന്യൂമറേറ്ററിൽ വന്നത്, 14 ചെറുതായതുകൊണ്ട് ഡിനോമിനേറ്ററിൽ വന്നെന്നുള്ളൂ. അതായത് MSE മുകളിലാണ് വന്നത്, ഇവിടെ MSC താഴെയാണ് വന്നത്. അത് മുകളിലും താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വലിയ വാല്യൂ ഏതാണോ അതാണ് ന്യൂമറേറ്ററിൽ വരിക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ 1.619 ആണ് ആൻസർ കിട്ടുക. ഇനി ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂ കാണുമ്പോൾ ടേബിൾ വാല്യൂ ഓഫ് F at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 6,3 എന്ന് വരാനുള്ള കാരണം ന്യൂമറേറ്ററിൽ വന്ന് 22.67 ആണ് അല്ലേ. 22.67ന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ്. അതുപോലെ ഡിനോമിനേറ്റർ വന്ന 14ന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. അതാണ് 6,3. ന്യൂമറേറ്ററിൽ വന്നതാണ് ആദ്യം, ഡിനോമിനേറ്ററിൽ വന്നത് രണ്ടാമത്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 8.94 ആണ്. 8.94 ആണ് ടേബിൾ വാല്യൂ കിട്ടിയത്. കാൽക്കുലേറ്റഡ് വാല്യൂ 1.619 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. അതുകൊണ്ട് ആക്സെപ്റ്റ് H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോളത്തിന്റെ ബേസിൽ നമ്മൾ H0 എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. കോളത്തിലുള്ളത് ആരാണ്? കോളത്തിലുള്ളത് നമ്മുടെ സെയിൽസ്മാൻമാരാണ്. അപ്പോൾ എന്തു പറയാം? there is no significant difference in the sales with respect to salesman. there is no significant difference in the sales with respect to salesman. കാരണം സെയിൽസ്മാൻ ഉള്ളത് കോളത്തിലാണ്. അപ്പോൾ there is no significant difference in the sales with respect to കോളം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കോളത്തിലുള്ള ആരാണ്? സെയിൽസ്മാൻ ആണ്. ഇനി അടുത്ത് റോനെ ബേസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ അതിന് നമ്മൾ FR കാണും. ഓക്കെ, FR കാണുമ്പോൾ ലാർജ് വേരിയൻസ് ഡിവൈഡ് ബൈ സ്മോൾ വേരിയൻസ്. അതിൽ ലാർജ് വേരിയൻസ് തന്നെയാണ് 22.67 തന്നെയാണ്. അതായത് MSEനെയും MSRനെയും കമ്പയർ ചെയ്യണത് അതിൽ 22.67 ആണ് വലുത്, 16 ചെറുതാണ്. അപ്പം MSE ബൈ MSR ആണ് വന്നത്. നേരെ മറിച്ച് MSR വലുതാണെങ്കിൽ അത് ന്യൂമറേറ്ററിൽ വരും, ഒരു സംശയം വേണ്ട കേട്ടോ. 1.417 കിട്ടും. അതിനാണ് ടേബിൾ വാല്യൂ ഓഫ് F at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ഇതെങ്ങനെയാ 22.67ന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ്. താഴെ 16ന്റെ ഡിനോമിനേറ്ററിലെ 16ന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. അപ്പോൾ 6,2 ഡിഗ്രി ഓഫ് ഫ്രീഡം 19.33 ആണ്. ഇതും കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ എന്താണ്? ടേബിൾ വാല്യൂ ആണ്. അതും ആക്സെപ്റ്റ് ചെയ്യും. അപ്പം എന്താ റോന്റെ കേസിൽ ഡിസിഷൻ കൊടുത്തു എന്താ? there is no significant difference in the sales with respect to സീസൺസിനനുസരിച്ച് സെയിൽസിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പറയണത് to study the performance of 3 detergent and 3 water temperature the whiteness reading were obtained. 3 ടെമ്പറേച്ചറും 3 ഡിറ്റർജൻറ്റും, അതായത് ഒരു ഡിറ്റർജൻറ്റിൻ്റെ പെർഫോമൻസ് 3 വാട്ടർ ടെമ്പറേച്ചറിൽ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ വൈറ്റ്നെസ് റീഡിങ് ഒരു പെർട്ടിക്കുലർ മെഷീൻ ഉപയോഗിച്ച് വൈറ്റ്നെസ്സിൻ്റെ റീഡിങ് എടുത്തതാണ് ഈ താഴെ തന്നിട്ടുള്ളത്. പെർഫോം എ 2-way ANOVA at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഒരു 2-way ANOVA എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നിങ്ങളോട് പെർഫോം ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഡിറ്റർജൻറ്റിൻ്റെ പെർഫോമൻസ് ഒരുപോലെയാണോ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഈ വൈറ്റ്നെസ് റീഡിങ് കാര്യമായ വ്യത്യാസം വരുന്നുണ്ടോ, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വൈറ്റ്നസ് റീഡിങ്ങിൽ മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് മാറുന്നതിനനുസരിച്ച് വൈറ്റ്നസ് റീഡിങ്ങിൽ കാര്യമായ മാറ്റമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2 ഫാക്ടർ തന്നിട്ടുണ്ട്, ഡിറ്റർജൻറ്റും തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ H0 ഞാൻ സെറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഞാൻ സെറ്റ് ചെയ്യുന്നത് രണ്ടും കൂടി ഒറ്റ ഒന്നിലാണ്. നേരത്തെ നമ്മൾ 2 സെപ്പറേറ്റ് എഴുതിയെന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ എഴുതിയതാണ്. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. there is no significant difference between the means with respect to rows and columns. കോളംസും റോസും നോക്കുമ്പോഴും മീനുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു കോളം നോക്കുമ്പോൾ മീൻ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. വിത്ത് റെസ്പെക്ട് ടു റോ നോക്കുമ്പോഴും മീൻ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. H1 there is significant difference between the means with respect to rows and columns. മീൻസിൻ്റെ കാര്യത്തിൽ
കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു H1 എടുക്കുന്നു. പിന്നെയോ വലിയ വാല്യൂസ് ആണ് 57, 55, 67 എന്നൊക്കെ പറഞ്ഞ് വലിയ വാല്യൂസ് ആണ്. ഒരു ആവറേജ് ആയിട്ടുള്ള 15 ഞാൻ എന്ത് ചെയ്യുന്നു കോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. അതായത് 57, 50, 67 വരെ പോകുന്നുണ്ട്, അല്ല 68 വരെ പോകുന്നുണ്ട്, 46 വരെ പോകുന്നുണ്ട്. താഴോട്ടും മുകളിലോട്ടും നല്ല താഴത്തും നല്ല മുകളിലത്തും അല്ലാത്തൊരു ആവറേജ് വാല്യൂ ആയിട്ട് ഞാനൊരു 50 എടുക്കുന്നു. അങ്ങനെയാണ് 15 കോഡ് ചെയ്യാൻ എടുക്കുന്നത്. ഈ 50 നിങ്ങൾ 51 52 എടുത്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോഡ് ചെയ്യുന്നു. കോഡ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ എന്ത് x1, x2, x3 അതുപോലെ y1, y2, y3 ആയിട്ട് എന്ത് ചെയ്യുന്നു കോൾഡ് വാം ഹോട്ടിനെ y1, y2, y3 എ ബി സിനെ x1, x2, x3 ഇട്ട് കൊടുക്കുന്നു. അതുപോലെ റോ ടോട്ടൽ കാണാൻ ഒരു കോളം ഇവിടെ കൊടുക്കുന്നു. പിന്നെ x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 സ്ക്വയറിൻ്റെ ഇതും ഇവിടെ ഇതിൻ്റെയൊക്കെ ടോട്ടലിന് ഒരു കോളം കൊടുക്കുന്നു. ഈ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ടിയാണ് ഈ ടേബിൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാവരും അതിലുണ്ടായിരിക്കും. അപ്പോൾ x1, x2, x3 ഒക്കെ കൊടുത്ത് ക്ലിയർ ആണല്ലോ. 50, 57 മൈനസ് 50 7, 55 മൈനസ് 50 5, 67 മൈനസ് 50 17. അങ്ങനെ എല്ലാത്തുനിന്നും 50 മൈനസ് ചെയ്ത് കോഡ് ചെയ്ത് എഴുതി അതിൻ്റെയൊക്കെ കോളം ടോട്ടൽ റോ ടോട്ടൽ എഴുതി ഈ എലമെൻറ്റുകളുടെയൊക്കെ സ്ക്വയറുകൾ എഴുതി 7 into 49, 5 into 25, 17 into 89 എന്ന് പറഞ്ഞിട്ട് സ്ക്വയറുകൾ എഴുതി കഴിഞ്ഞു. പിന്നെ എന്ത് കാണണം? കറക്ഷൻ ഫാക്ടർ കാണണം. അതിന് ടി കാണണം ആദ്യം. ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ എലമെന്റ്സ്, എല്ലാ എലമെന്റും കൂടി ആഡ് ചെയ്ത്, അതായത് 7ഉം 5ഉം 17ഉം -1ഉം 2ഉം 18ഉം 4ഉം -1ഉം -4 8 ഒക്കെ കൂടി ആഡ് ചെയ്തതാണ്. അതിന് പകരം ഈ 10ഉം 3ഉം 43 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതായത് റോ കോളംസിന്റെ സമ്മേഷന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 10 3 + 43 56 ആണ് എന്ത് നമ്മുടെ സം ഓഫ് ഓൾ എലമെന്റ്സ് അഥവാ ടി. എന്നിന്റെ വാല്യൂ 9 ആണ്. കാരണം 3 റോയും 3 കോളം ആയതുകൊണ്ട് ആകെ 9 എലമെന്റ് ആണ് ഉള്ളത്. കറക്ഷൻ ഫാക്ടർ = T²/n ആണ്. അതായത് 56 സ്ക്വയർ ബൈ 9 ആൻസർ 348.44 എന്ന് കിട്ടും. കറക്ഷൻ ഫാക്ടർ 348.44 എന്ന് കിട്ടി. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ കോളംസ്. ഇവിടെ നമ്മളെ SSTP ലാസ്റ്റിലേക്ക് കണ്ടത് കുഴപ്പമില്ല കേട്ടോ. എപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ SSC കാണുന്നു. SSC കാണാൻ എന്താ? summation x1² / n1, summation x2² / n2, summation x3² / n3 minus t²/n. ഓക്കെ, summation x1² x1 10 ആണ്, 10²/3. summation x2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3²/3. summation x3 പറഞ്ഞാൽ 43 ആണ്, 43²/3 minus 348.44. SSCന്റെ വാല്യൂ 304.22 എന്ന് കിട്ടും. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ SSC ആയതുകൊണ്ട് C-1 അഥവാ 3 - 1 = 2 ആണെന്ത് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ റോസ് SSR. SSR കാണുമ്പോൾ ഇപ്പൊ ചെയ്ത കോളം എന്തായിട്ട് അതുപോലെ റോ ആയിട്ട് മാറ്റും. അതായത് summation y1² / m1, summation y2² / m2, summation y3² / m3 minus t²/n. 3 റോയാണുള്ളത്. ഓക്കെ, റോയിൽ 3 എലമെന്റ് ആണുള്ളത്. summation y1 ഓൾറെഡി നമ്മളിവിടെ റോ ടോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട്. 29² / 3, 19² / 8, 8² / 3 minus 348.44 എന്ന് കിട്ടും. അപ്പോൾ SSR 73.55 കിട്ടും. ഡിഗ്രി ഓഫ് ഫ്രീഡം R-1 അഥവാ 3 - 1 2 എത്തിക്കും. ഇനി SST. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ആണ് SST കണ്ടത്. ഇപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. SST കാണുക എങ്ങനെയാണ്? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്, സ്ക്വയറുകളുടെ സമ്മ് ആഡ് ചെയ്യലാണ്. സ്ക്വയറുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ക്വയറുകളുടെ സമ്മ് 66, 45, 677. അപ്പം 66 + 45 + 677 minus t²/n അഥവാ 348.44 എന്ന് കിട്ടും. -348.44 ആൻസർ കിട്ടുക 436.56. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? n-1 ആണ്. n-1 അതായത് 9 - 1 8 ആണ് SSTന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി SSE കാണുന്നു. SSE കാണുമ്പോൾ എന്താണ്? SST - SSC + SSR. കാരണം SSCയോ SSRും അതുപോലെ SSEയും കൂടി ആഡ് ചെയ്താലാണ് SST കിട്ടുക എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു. 439.56 ആണ് SST. അതിന് 304.22 + 73.55 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. SSC കിട്ടുന്നത് 61.79 ആണ്. SSEന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം C-1 × R-1 ആണ്. 3 - 1 × 3 - 1 2 × 2 4 ആണ് കിട്ടുക. അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം 4 ആണ്. അപ്പോൾ SSCയും SSRും SSEയും SSTയും ഒക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക്
നമുക്ക് അതിൻ്റെയൊക്കെ മീൻ സ്ക്വയറുകൾ കാണാം. അതായത് എം എസ് സി പറഞ്ഞാൽ SSC by C minus 1, 304.22 by 3 minus 1, 152.11. MSR കാണുമ്പോൾ SSR by R minus 1, 73.55 by 3 minus 1, 36.78 ആണ്. MSE എന്ന് പറഞ്ഞാൽ SSC by C minus 1 into R minus 1, 41.67. 3 minus 1 into 3 minus 1, 6 ആണ്, 4 ആണ്. അപ്പം 161.7 by 4, 15.45. എല്ലാം കണ്ടു സ്ഥിതിക്ക് നമ്മളത് ടേബിളിലേക്ക് എടുത്ത് എഴുതുക. ഈ ടേബിൾ നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ ടേബിൾ എഴുതാതിരിക്കരുത്. ടേബിൾ എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. ടേബിൾ ഇല്ലാതെ പ്രോബ്ലം ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടൂല. സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ കോളംസ്, ബിറ്റ്വീൻ റോസ്, റെസിഡ്യൂൾസ്, ടോട്ടൽ. ഓക്കെ, സം ഓഫ് സ്ക്വയറുകൾ ബിറ്റ്വീൻ കോളം എന്ന് പറയുമ്പോൾ SSC 304.22, SSR ബിറ്റ്വീൻ റോ എന്ന് പറഞ്ഞാൽ SSR 73.55, റെസിഡ്യൂൾ എന്ന് പറഞ്ഞാൽ SSE 61.79, SST 439.56. അതിൻ്റെയൊക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡങ്ങൾ C-1 2, R-1 2, C-1 into R-1 4, N-1 8. ഓക്കെ, മീൻ സ്ക്വയറുകൾ MSC 152.11, MSR 36.78, MSE 15.45. ഇതെല്ലാം കണ്ട് പിടിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് റേഷ്യോ കാണുന്നു. എഫ് റേഷ്യോ കാണുമ്പോൾ ആദ്യം കോളം ബേസ് ചെയ്തിട്ട് FC ലാർജ് വാരിയൻസ് ബൈ സ്മോൾ വേരിയൻസ്. ഇവിടെ MSCയും MSEയും ആണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അതിൽ ഈ MSE എന്ന് പറഞ്ഞ സാധനം രണ്ടിലും കോമൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇവിടെ FC 152.1 ആണ് MSC അല്ലേ. MSCയും MSEയും കമ്പയർ ചെയ്യുമ്പോൾ 152.11ഉം 15.45 ആണ് കമ്പയർ ചെയ്യണത്. ചെറിയ വേരിയൻസ് 15.45 ഡിനോമിനേറ്ററിലും 152.11 ന്യൂമറേറ്ററും. അതായത് MSC by MSE ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആൻസർ കിട്ടും 152.11 by 15.45, 9.85 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിൾ വാല്യൂ ഓഫ് F at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ന്യൂമറേറ്ററിൽ 150.11 ആണ്, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്, അത് ആദ്യം എഴുതി. ഡിനോമിനേറ്ററിൽ 15.45 ആണ്, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 4 ആണ്. അപ്പോൾ 2,4, ഡിഗ്രി ഓഫ് ഫ്രീഡം 6.94 എന്ന് കിട്ടും. ടേബിൾ വാല്യൂ കിട്ടിയത് 6.94 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത് 9.85 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, therefore we can reject H0. H0 നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മീനുകൾ ഒരുപോലെയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ there is significant difference between ഡിറ്റർജൻറ്റ്. കോളത്തിനെയാണ് അല്ലേ, കോളത്തിൽ ആരെയാണുള്ളത്? ഡിറ്റർജൻറ്റുകളാണ്. അപ്പോൾ there is significant difference between the detergents എന്ന് കൊടുക്കുക. ഇനി അടുത്ത റോൻ്റെ കേസ് നോക്കുക. റോൻ്റെ കേസ് നോക്കുമ്പോൾ FR കാണുന്നു, അതായത് ലാർജ് വേരിയൻസ് ബൈ സ്മോൾ വേരിയൻസ്. ഇവിടെ ലാർജ് വേരിയൻസ് 150.11 36.78ഉം 15.45 ആണ് കമ്പയർ ചെയ്യുന്നത്. 36.78 ആണ് വലുത്, അതായത് MSR by MSE 36.78, 15.45, ആൻസർ 2.38 ആണ് കിട്ടുക. ടേബിൾ വാല്യൂ കാണുമ്പോൾ ടേബിൾ വാല്യൂ ഓഫ് F at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 2 and 4 നേരത്തെ പോലെ തന്നെയാണ്. എന്തിൻ്റെ? 36.78ൻ്റെ 2 ആണ്, ഡിനോമിനേറ്ററിൽ വരുന്ന 15.45ൻ്റെ 4 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് മാറ്റമില്ല, 6.95 ആണ്, 94 ആണ്. അപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. 2.38നേക്കാളും വലുതാണ് 6.94. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ, therefore accept H0 എന്ന് കിട്ടും. ആക്സെപ്റ്റ് H0 എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? H0 ആക്സെപ്റ്റ് ചെയ്യുക, അതായത് മീനുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിൻ്റെ കേസിലാണ്? FR ആണ്, അതായത് റോൻ്റെ കേസിൽ. റോയിലുള്ളത് വാട്ടർ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ there is no significant difference between the performance in water temperature. വാട്ടർ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിൽ കാര്യമായ എന്തുണ്ടാക്കണില്ല? വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയാൻ കാരണം അവിടെ റോ ആണ്. അല്ലെങ്കിൽ there is no significant difference between the means in റോ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ റോയിലുള്ളത് വാട്ടർ ടെമ്പറേച്ചർ ആണ്, അപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ എന്ന് എഴുതി എന്നുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പ്രോബ്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ തരുന്നുണ്ട്. ആ പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ റിക്വയർഡ് ടു പെർഫോം എ 2-way ANOVA ഓൺ ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് 2-way ANOVA പെർഫോം ചെയ്യാനാണ്. അപ്പം
ട്രീറ്റ്മെൻറ്റ് 1 ട്രീറ്റ്മെൻറ്റ് 1 2 3 4 എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ വെറൈറ്റി 3 വെറൈറ്റി PQR എന്ന് പറഞ്ഞ 3 വെറൈറ്റി. അപ്പോൾ ഇതിലെന്താ നോക്കേണ്ടത്? ട്രീറ്റ്മെൻറ്റ് 1 എന്നുള്ള ഒഴിവാക്കിയാണ്ട് ട്രീറ്റ്മെൻറ്റ് മാത്രമേ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് 4 ട്രീറ്റ്മെൻറ്റുകളും ഒരുപോലെയാണോ പെർഫോം ചെയ്യുന്നത്, അതായത് 4 ട്രീറ്റ്മെൻറ്റുകളുടെ മീൻ ഒരുപോലെയാണോ വരുന്നത് എന്നും, അതുപോലെ 3 വെറൈറ്റി PQR എന്ന് പറഞ്ഞ 3 വെറൈറ്റി ഉണ്ട്. 3 വെറൈറ്റീൻ്റെ വാല്യൂ മീൻ അല്ലെങ്കിൽ 3 വെറൈറ്റികളുടെ മീൻ ഒരുപോലെയാണ് വരുന്നത് എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പം നമ്മളിവിടെ റോ കോളം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് ചെറിയ വാല്യൂസ് ആണ് നോക്കി, വാല്യൂസ് 6 4 എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വാല്യൂസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കോഡിങ് നടത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ വാല്യൂസ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഇതിൽ കോഡിങ്ങിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ചെറിയ വാല്യൂസ് ആണ്, ഇനി കോഡ് ഇത് ചെറുതാക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത് കോഡിങ് നടത്തണ്ട, നിങ്ങൾ ഡയറക്റ്റ് ഈ വാല്യൂസ് എടുത്ത് ചെയ്താൽ മതി. എന്ത് കോളംസ് റോസ് എന്നൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനം ഡിസിഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ ആൻസർ ഇങ്ങനെ ബിറ്റ്വീൻ ട്രീറ്റ്മെൻറ്റ് ബിറ്റ്വീൻ വെറൈറ്റി എന്നൊക്കെ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ.